ആത്മഹത്യ, സ്വന്തത്തെ ഹത്യ ചെയ്തു, സ്വന്തത്തെ വധിച്ചു കളഞ്ഞു, സൂയിസൈഡ് ഹറാമാണ്. നിന്റെ ജീവൻ നീ കൊണ്ടുവന്നതല്ല, ഒരു സൂപ്പർ മാർക്കറ്റ് പോയിട്ട് വാങ്ങിയതല്ല. നിന്റെ ജീവൻ നിനക്ക് അല്ലാഹു തന്നതാണ്. അത് അള്ളാഹുവിനെ എടുക്കാൻ അധികാരമുള്ളൂ. ആ ജീവൻ വെച്ച് അള്ളാഹു നിന്നെ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തിയേക്കും, ചില പ്രയാസങ്ങളൊക്കെ വരുത്തിയേക്കും. അപ്പോഴേക്കും നീ അങ്ങ് ചാടിപ്പോവുക, അപ്പോഴേക്കും നീ അങ്ങ് തൂങ്ങിച്ചാവുകയാണോ? എങ്ങനെയാണോ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തതെങ്കിൽ അതേപോലെ നാളെ പരലോകത്ത് അവൻ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കും. മേലൊന്ന് ബിൽഡിങ്ങിന് ചാടിയവനാണ്. നരകത്തിൽ മലകളുണ്ടെന്നാണ്, നരകത്തിൽ വൃക്ഷമുണ്ടല്ലോ, തീയിന്റെ വൃക്ഷം, സഖൂം എന്നാണ് ഇതിന്റെ ഖുർആൻ പറഞ്ഞ പേര്. സഖൂം മിൻ ഷജറത്തി സഖൂം തഖ്റുജു മിൻ അസ്ലിൽ ജഹീം. നരകത്തിന്റെ അടിയിൽ നിന്ന് പൊങ്ങി വരുന്ന തീയിന്റെ വൃക്ഷമാണ്. അത് നരകവാസികളുടെ ഭക്ഷണമാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അവിടെ മലകളുണ്ട്, വാദികൾ, താഴ്വരകളുണ്ട്. അവിടുത്തെ നരകത്തിന്റെ ഒരു തീയിന്റെ മലയിൽ നിന്ന് ഇവൻ ചാടിക്കൊണ്ടേയിരിക്കും. ഇതാണ് അവന്റെ അദാബ്. ട്രെയിനിന് തലവെച്ചതാ. നരകത്ത് ചെല്ലുമ്പോൾ അവിടെ തീ കൊണ്ട് അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുന്ന, അതിന് പരശുരാമെന്ന് പേരിട്ടിട്ടുണ്ടാവില്ല എന്ന് മാത്രം. അദാബ് അവിടെയുണ്ട്, അവിടെയും അദാബുണ്ട്. തീ കൊണ്ട് അള്ളാഹു ചാല ഇതേ അദാബിനെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അവൻ അതാ ചെയ്തത്. കിടക്കട്ടെ, എങ്ങനെയാണോ ചെയ്തത് അതുപോലെ അള്ളാഹു ശിക്ഷിക്കുമെന്നാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. സൂയിസൈഡ് ചെയ്തോടെ അമുസ്ലിമാവോ? ഇല്ല, ഒരാൾ അമുസ്ലിം ആവില്ല. ഹദീസൊക്കെ നേർക്കുനേരം വായിച്ചാൽ ചിലപ്പോ നരകത്തേക്ക് പോകുന്ന ആളാണെന്ന് തന്നെ വന്നിട്ടുണ്ട്. അത് ഇവൻ അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ ഇവൻ നരകത്തിലാണ്. അതാണ് ഇതിനർത്ഥം. ഇവൻ കാഫിറല്ല, അവന് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കേണ്ടി വരും, മയ്യിത്ത് കുളിപ്പിക്കേണ്ടി വരും, മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യും വേണം. ഇതൊക്കെ അങ്ങനെ തന്നെ വേണ്ടത്. പക്ഷെ അള്ളാന്റെ കണക്കിൽ ഇത് വലിയൊരു തെറ്റാണ് ഇവൻ ചെയ്തിട്ടുള്ളത്. അതിന് സത്തുല്യമായ ശിക്ഷ നാളെ പരലോകത്തുണ്ടാകുമെന്നാണ്. അത്തരം ബുദ്ധിമോശങ്ങളൊന്നും നമ്മുടെ കുട്ടികൾക്കൊന്നും വരാതിരിക്കട്ടെ. ഇപ്പൊ ഈ ന്യൂ ജനറേഷന്റെ കുഴപ്പതാ. ഈ ന്യൂ ജനറേഷൻ ഫിലിംസ്, ഇതൊക്കെയാണ് പുതിയ പുതിയ വാക്കുകളൊക്കെ. ഈ ന്യൂ ജനറേഷന്റെ കുഴപ്പം തന്നെ, എന്തെങ്കിലും സങ്കടമാകുമ്പോഴേക്കും ഒരു തൂങ്ങി, അപ്പോഴേക്കും കഴിച്ചു സനൈഡ്, അപ്പോഴേക്കും അവർ ആത്മഹുതി. SSLC തോക്കുമ്പോഴേക്കും, ഇപ്പൊ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, ഇപ്പൊ ഗ്രേഡിംഗ് സിസ്റ്റം ഒക്കെ ആയതുകൊണ്ട് അൽഹംദുലില്ലാ കുറെ മാറ്റമുണ്ട്. 2 മാർക്ക് കുറയുമ്പോഴേക്കും അപ്പോഴേക്കും തൂങ്ങി മരിച്ചു. സുബ്ഹാനല്ലാഹ്. പണ്ടൊക്കെ 4ാം ക്ലാസ്സിൽ എത്ര കൊല്ലം തോത്തിരുന്നിട്ട് നമുക്ക് വല്ലതും തോന്നിയിട്ടുണ്ടോ? ഒന്നും തോന്നിയിട്ടില്ല അല്ലേ? 1ാം ക്ലാസ്സിൽ തന്നെ 2 കൊല്ലം 3 കൊല്ലം ഇരുന്നവരൊക്കെ അല്ലേ വല്ലതും തോന്നിയില്ല? ഒന്നും ഒരു ചുക്കും തോന്നിയിട്ടില്ല. 2 മാർക്ക് പറയുമ്പോഴത്തേക്കും ഇതൊക്കെ പുതിയ ജനറേഷന് വന്ന ചില താളപ്പിഴകളാണ്. അതൊന്നും ചിന്തിക്കരുത്, സഹിക്കണമെന്ന്. യു ആക്സെപ്റ്റ് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. അള്ളാഹു തരുന്ന പരീക്ഷണങ്ങൾ അങ്ങനെ തന്നെ സ്വീകരിക്കാൻ പറ്റണം. മനക്കരുത്ത് വേണം. അത് ആഖിറത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇത് ദുനിയാവിലെ വിഷമമല്ലേ, ഇത് തീർന്നാൽ എനിക്ക് ആഖിറം വരാനുണ്ട്, എനിക്ക് അള്ളാഹു അവിടെ സുഖം തരും. ലാ യഗ്ലിബു ഉസ്റുൻ യുസ്റൈനി എന്ന് അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഏത് പ്രയാസത്തിന്റെയും ശേഷം ഒരു ആശ്വാസം വരാനുണ്ട്, ഏതൊരു പ്രയാസത്തിന്റെയും ശേഷം ഒരു സുഖം വരാനുണ്ട്. 2 പ്രാവശ്യം ആവർത്തിച്ചു. ഒരു പ്രയാസം വന്ന അതിന്റെ പിറകെ 2 സുഖങ്ങൾ വരാനുണ്ടെന്നാണ്. സുബ്ഹാനല്ലാഹ്, 2 എണ്ണം വരാനുണ്ടെന്നാണ്. ഒരു സാലറി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് 2 സാലറിന്റെ അടുത്ത് അള്ളാഹു പിന്നെ തരാൻ പോകുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്തെങ്കിലും ഒരു നഷ്ടം പറ്റി അതിൽ 2 എണ്ണം അള്ളാഹു പകരം തരുന്ന. അള്ളാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ. ഇതിപ്പോ തീരും, അങ്ങനെയാണ് എല്ലാ സംഗതികളും. ഏത് വിഷമം വന്നാലും അടിപതറരുത്. ഇപ്പൊ വിഷമത്തിലാണ്, ഇതിനൊക്കെ അപ്പുറം വരും. നമ്മൾ ചിന്തിക്കുന്നില്ലേ, ചെറിയ കുഞ്ഞുങ്ങളൊക്കെ മരിച്ചു പോകുന്ന അവസ്ഥയിൽ അള്ളാഹു ചാല മക്കൾക്ക് എല്ലാവർക്കും അള്ളാഹു ആഫിയത്തോടുള്ള ആയുസ് അള്ളാഹു നൽകുമാറാകട്ടെ. അത് വാപ്പാക്ക് ഉമ്മമാർക്ക് പ്രത്യേകിച്ചും സഹിക്കാൻ പറ്റൂല. ഇനി ഞാൻ എന്തിങ്ങനെ ജീവിക്കും, ഇനി ഞാൻ എന്തിന് ജീവിക്കുന്നു, ഇനി ഞാൻ എന്തിന് ബാക്കിയാവണം, ഇനി എനിക്കെന്ത് ജീവിതം, ഇനിയൊരു ജീവിതമില്ലല്ലോ എന്നൊക്കെ അലമുറ വിളിക്കുന്ന പെണ്ണ് ആ കുഞ്ഞ് മരിച്ച് 1-2 വർഷമാകുമ്പോഴേക്കും നോർമലിലേക്ക് തിരിച്ചു വരികയാണ്. അള്ളാഹു അത് കൊണ്ടുവരികയാണ്. നമുക്ക് തോന്നുന്നുണ്ടെന്നും നടക്കൂല, അതൊക്കെ അങ്ങനെ തന്നെ നമ്മൾ ചിന്തിക്കുക. പക്ഷേ മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കേണ്ടത് അള്ളാഹു പറഞ്ഞ രീതിയിലാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഒരു പ്രയാസം വന്നു,
ഇനി ഇതിന്റെ ശേഷം ഒരു ആശ്വാസം വരാനുണ്ട്. രണ്ടെണ്ണം വരുന്നതാണ്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. ആ പ്രയാസത്തിന്റെ ശേഷം ഒരു ആശ്വാസം കൂടെ വരാനുണ്ട് എന്ന്. ഒന്നിന് രണ്ടുണ്ട് എന്നതിനർത്ഥം. അൽ ഉസ്ര എന്നത് അലിഫ് ലാമാണ്, യുസ്ര എന്നത് അൽ യുസ്ര എന്നല്ല. അതുകൊണ്ട് രണ്ടും രണ്ട് ആശ്വാസങ്ങളാണ്, പ്രയാസം ഒന്ന് തന്നെയാണ്. ആ പറഞ്ഞതിനെ പറ്റി തന്നെ അൽ ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, ഇന്ന മഅൽ ഉസ്രി, ആ പ്രയാസത്തിന് ശേഷം ഒരാശ്വാസം, ആ പ്രയാസത്തിന് ശേഷം മറ്റൊരാശ്വാസം എന്നാണ് അർത്ഥം. സുബ്ഹാനല്ലാഹ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം സൂയിസൈഡ് പോലെയുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ ഉമ്മത്തിന് അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അത് ഒന്നിനും പരിഹാരമല്ല. അത് എരുതിക്ക് എണ്ണൊഴിക്കുക എന്ന് പറഞ്ഞ പോലെ ചെയ്തു പോയ തെറ്റിന്റെ മേൽ പിന്നെയും ഒരു തെറ്റാവർത്തിക്കുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ന്യൂ ജനറേഷൻ ശരിക്കും മനസ്സിലാക്കുക. അത് ആരെ പറ്റിയാ പറയണമെന്ന് എനിക്കറിയില്ല. ന്യൂ ജനറേഷൻ എന്നൊക്കെ ആരെ പറ്റിയൊക്കെ പറയാൻ പറ്റുമോ? ഓരൊക്കെ മനസ്സിലാക്കുക.